കടൽ തീരത്തെ തിരമാലകളിൽ കുതിർന്ന മണൽപ്പരപ്പിൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ കുഞ്ഞിക്കാലുകൾ പതിപ്പിച്ചോടി കളിക്കുന്നതിനിടയിൽ ഗ്ലാസ് സ്ഫടികം പോലെയുള്ള ഒരു നീല കല്ല് അവന് കിട്ടുന്നു. ആ കല്ല് കൗതുകത്തോടുകൂടി അവൻ എടുത്ത് നിരീക്ഷിച്ച ശേഷം പോക്കറ്റിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്നിട്ട് കുറച്ച് കല്ലുകൾ കൂട്ടമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് അവൻ കളിക്കുവാനായി പോയിരിക്കുന്നു. അവൻ അവിടെ കിടക്കുന്ന ഓരോ കല്ലുകളും എടുത്ത് ഒന്നിനു മീതെ ഒന്നായി അടുക്കി ഉയർത്തിയാണ് കളിക്കുന്നത്. പക്ഷെ പെട്ടെന്നൊരു ചെറിയ തിര കയറി വന്ന് ആ കല്ലുകളെല്ലാം തട്ടി മറിച്ചിടുന്നു. പക്ഷെ അവൻ അവിടെ നിന്ന് കുറേ കല്ലുകൾ ശേഖരിച്ച് പെട്ടെന്നൊരു തിര വന്ന് തട്ടി മറിച്ചിടാത്ത ഒരു സ്ഥലത്ത് വീണ്ടും കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി ഉയർത്തുവാൻ തുടങ്ങി. അങ്ങനെ അവൻ അടുക്കി പയ്യെ ആദ്യം അടുക്കിയതിനേക്കാൾ ഉയരത്തിൽ അടുക്കി എത്തുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ചെറിയ കാറ്റടിക്കുകയും ആ കാറ്റിൽ ആ കല്ലുകൾ ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴുകയും ചെയ്തു. അവനത് ചെറിയ വിഷമമുണ്ടാക്കി. എങ്കിലും അവൻ പിന്തിരിയാൻ തയ്യാറായില്ല. വീണ്ടും അവൻ കല്ലുകൾ അടുക്കി ഉയർത്തുവാൻ തീരുമാനിക്കുന്നു. പക്ഷെ മുൻ പ്രാവശ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം കുറച്ച് വലിപ്പമുള്ള ഒരു കല്ല് വയ്ക്കുകയും അവിടെ കൂടിക്കിടന്ന കല്ലുകൾക്കിടയിൽ നിന്നും അടുക്കി ഉയർത്തുന്നതിന് അനുയോജ്യമായ കല്ലുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ കല്ലുകൾ അടുക്കുമ്പോൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി അവൻ ഉദ്ദേശിച്ച ഉയരത്തിൽ എത്തിക്കുന്നു. എന്നിട്ട് അതിനു മുകളിൽ അവൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ആ നീല കല്ലെടുത്തു വയ്ക്കുന്നു. കല്ലുകൾക്ക് മുകളിൽ ഉയരത്തിൽ വെച്ച ആ നീല കല്ലിൽ സൂര്യപ്രകാശം തട്ടിയപ്പോൾ അതിൽ നിന്നും അവിടെ ആകെ ഒരു നീല പ്രകാശം പരന്നു. അവിടെ നിന്ന ആൾക്കാരിൽ അത് വലിയ കൗതുകവും ആശ്ചര്യവും ഉളവാക്കി. സന്തോഷത്തോടുകൂടി അവർ കൈയടിച്ച് ആ കുട്ടിയെ അഭിനന്ദിച്ചു. ആ കൊച്ചുകുട്ടി നമ്മളിൽ ഓരോരുത്തരുമാണ്. അവൻ കണ്ടെത്തുന്ന ആ നീലക്കല്ല് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളാണ്. അവൻ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ പ്രതിസന്ധികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോയതിൽ കൂടെ അവന് വിജയിക്കുവാൻ കഴിഞ്ഞു.